ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല, ഇതേപോലെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ള ഒരു 2 സവാള തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫില്ലിങ് ആകുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതൊരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഇഞ്ചി നല്ലപോലെ അരച്ചെടുത്ത പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലപോലെ വാട്ടിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു നുള്ളി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള ഒരു മുളക് പൊടിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളതിൽ മുട്ട ഉണ്ടെങ്കിൽ അത് പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ചിക്കൻ ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചെറിയ പീസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ 1 കപ്പ് അളവിൽ പച്ചരി നല്ലപോലെ വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം കേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യുമിൻ സീഡ് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു സ്നാക്കിന്. ഫസ്റ്റ് ഞാനൊരു 1/2 to 3/4 കപ്പ് വരെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോഴാണ് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിതിലേക്ക് ബാക്കി ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ മാവിന് വേണ്ടത്. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ചുഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വേണമെങ്കിൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ഉപ്പിടാതെ എന്നോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് നല്ലൊരു ലൂസായിട്ടുള്ളതാകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കുക്കിങ്ങിൻ്റെ ഒരു കുക്കായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഈ മാവ് അരച്ചതിന് ശേഷം നമ്മൾ ഓവർ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു പാനിൽ കുറച്ച് ഓയിലോ എണ്ണ എന്ത് വേണമെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 4 കയ്യിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചെറിയ പാനിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മൊത്തമായിട്ട് വേണമെങ്കിൽ വലിയ പാനിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള വേറൊരു പാനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങൊക്കെ ഇതുപോലെ അത്യാവശ്യം നല്ല പോലെ ഫില്ലാവുന്നത് രീതിക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ കറിയൊന്നും കൂട്ടാതാണല്ലോ നമ്മളിത് കഴിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഇനി ഞാൻ ഇതുപോലെ മുകളിലും കുറച്ചൊന്ന് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഈർക്കിലൊക്കെ ഒന്ന് വെച്ചിട്ട് കുത്തി നോക്കുക. ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്നും കൂടി സ്പൈസി ആക്കാൻ വേണമെങ്കിൽ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് അത്യാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില എന്തുണ്ടെങ്കിലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ 1-2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നിങ്ങൾ അല്ലാതെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
നമുക്കൊക്കെ അത് കൂടി ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബാക്കി എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.